ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്നലെ നോമ്പ് പിടിച്ചവർക്ക് ഈ തട്ടിൻ മുകളിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി അതിനുള്ള കടിയും ചായയൊക്കെ റെഡിയാക്കുമ്പോ ഇന്ന് ഞാൻ ഒരാളെ കണ്ടു. ഞാൻ വന്നിട്ട് ഇവിടെ 15 കൊല്ലം തികഞ്ഞു. അള്ളാന്റെ തൗഫീഖോട് കൂടെ ഒറ്റ ഭക്തന് ഇവിടെ നിസ്കരിക്കാൻ വരുന്നത് ആ സഹോദരൻ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് എന്താ ചായ ഇങ്ങനെ ഒഴിക്ക, ഈമാനോടെ തഖ്വയോടെ ഭക്തിയോടെ ചായ ഒഴിക്കുന്നുണ്ട്, കടി വിതരണം ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അവിടുന്ന് ഇറക്കി വിടാനൊന്നും പാടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് നിസ്കരിക്കണം. നിസ്കരിക്കുന്ന ആളുകള് വേണം ഇതിനൊക്കെ ചെയ്യാന്. എന്നിട്ട് ഇവരെ പണി എന്താന്ന് കേൾക്കണം നിങ്ങൾ. ഈ കടിയൊക്കെ വിതരണം ചെയ്ത് നോമ്പുള്ള ആളുകളൊക്കെ നോമ്പ് മുറിച്ചിട്ട് കടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് നിസ്കരിക്കാൻ വരുമ്പോ അല്ല ആ പള്ളിയുടെ ബാക്കിലർ ഡോറിലൂടെ ഇറങ്ങി പോവുക. ആ പിറകു വശത്തിലുള്ള ആ ഡോറിലൂടെ വാതില് തുറന്നിട്ട് ഒറ്റ ചാട്ടം, പെരിച്ചാഴി ഗുഹേന്ന് ചാടുന്ന മാതിരി. എവിടുന്ന്? നിസ്കാരം നടക്കുന്ന പള്ളിയില്. ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ പറ്റൂല. ഇവിടെ ആര് സേവനത്തിന് വരുന്നുണ്ടോ 5 വക്തും കൃത്യമായിട്ട് നിസ്കരിക്കണം, ജമാഅത്തിന് കൂടെ. നമുക്കിപ്പോ ഇത് താലിബാനീസ നടപ്പിലാക്കാനൊന്നും പറ്റൂലല്ലോ. സൗകര്യമുള്ളവർക്ക് വരാൻ അതിനുള്ള കൂലി അവർക്ക് കിട്ടില്ലേ, അവരും അള്ളിയും തമ്മിലായിക്കോട്ടെ. പക്ഷേ പള്ളിയിൽ നിസ്കാര സമയത്ത് വന്ന് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഇടപാട് ഇവിടെ പറ്റൂല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞു. ഇതിന്റെ പിറ്റേന്ന് ഇന്നലെയുണ്ട് ആള് വന്നിട്ട് ചായ ഒഴിച്ചത് ആക്റ്റീവായിട്ട്. ഞാൻ പറഞ്ഞു, കുത്തിന് പിടിച്ച് വലിച്ചിടും ഞാൻ. നിസ്കരിക്കണം. നിസ്കരിക്കാതെ ഈ പണി, നിസ്കാരം നടക്കുന്ന പള്ളിയിൽ നിന്ന് നിസ്കാര സമയത്ത് ഇറങ്ങിപ്പോകുന്ന ഏർപ്പാടാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു. ഒരു കൂസലും ഇല്ലാതെ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. എന്നാലും നിസ്കരിക്കാൻ സൗകര്യമില്ല. ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ, ഗൗരവമുള്ള വിഷയമാണ്. ഇത് പറയുമ്പോ മറുപടി ഉണ്ട് കേട്ടോ. എന്താ മറുപടി അറിയോ? ഈ മുസ്ലിയാരെ തുടരാൻ പറ്റൂല, ഭയങ്കര ആദർശം. അത് വലിയൊരു സംഭവമാണ്. മുസ്ലിയാരെ തുടരാൻ പറ്റായിട്ടാണ്. സത്യത്തിൽ ഞാൻ നിസ്കരിക്കൂല എന്നാണ് ധൈര്യമായിട്ട് പറയാൻ ധൈര്യമില്ല. ഇത് ചാഞ്ഞെടുക്കുന്ന മലയാളിയും മൊയ്ലിയന്മാര് കയറുന്ന സാധനങ്ങൾ അവരെ മെക്കെട്ട് കയറാൻ എളുപ്പമുണ്ടല്ലോ. മൊയ്ലിയര് തുടരാൻ പറ്റില്ല. ഈ മൊയ്ലിയരായിട്ടല്ല വേറെ മൊയ്ലിയരാവും തുടരുന്നില്ല. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഈ നാട്ടിൽ വേണ്ടപ്പെട്ട ആളുകൾ കല്യാണത്തിന് വിളിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഇവിടെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഞാൻ 2 കണ്ണുകൊണ്ടും പല തവണ കണ്ടിട്ടുണ്ട് ഇവിടെ ജമാഅത്ത് കിടക്കുകയാണ്. അപ്പൊ എന്താ പണി? മൊബൈലിൽ ഇങ്ങനെ തോണ്ടുകയാണ് ബൈക്കും ഇരുന്നിട്ടേ. ഈ പള്ളിയുടെ കടമുറികളുടെ കോംപ്ലക്സ് കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് ആ തണലിലിരുന്നിട്ട് മൊബൈലിൽ തോണ്ടി അവിടെ നിസ്കാരം നടക്കുക. വേറെ മൂല്യരെ ഈ മൂല്യർക്ക് കുഴപ്പമുണ്ടാകാം, എന്നാ കുഴപ്പമില്ലാത്ത മൂല്യരാകുമ്പോ നിസ്കരിക്കാൻ കയറണ്ടേ? ഇത്തരത്തിലുള്ള ആളുകളെ പേറുന്നവരൊന്നാറും ഞാൻ കുറച്ച് രോഷത്തോടു കൂടെ തന്നെ പറയണത്. ഞാൻ ഇന്നത് പറഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാന്നാണ് അത്രയാവും പറഞ്ഞത്. ഒരു പേടിയില്ലടോ, ഒരു പേടിയിൽ ഒരിക്കൽ ഏതായാലും മരിക്കണം. നിന്റെ കയ്യാലും മരിച്ചാൽ ഞാൻ ഷഹീദായി എന്നല്ലാതെ എന്താ? ഇത്ര കാലം ഇവിടെ ജോലിയിൽ നിന്നോളണം നിർബന്ധമില്ല. 15 കൊല്ലായല്ലോ, പിരിച്ചുവിടാ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അനർത്ഥങ്ങൾ, തെമ്മാടിത്തരങ്ങൾ കണ്ടിട്ട് നാവടക്കിയിട്ട് ഇവിടുത്തെ ശമ്പളം പറ്റാൻ എനിക്ക് സൗകര്യമില്ല. എന്ത് തോന്നിയാ അത് പള്ളി നിസ്കാരം നടക്കുന്ന പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവേ. ഇത് എല്ലാരും മനസ്സിലാക്കണം. ഞാൻ മാത്രം പ്രതികരിച്ചാ പോരാ. മുഅ്മിനാണോ, ഈമാൻ അല്പെങ്കിലും ഉണ്ടോ, ഇതിൽ പ്രതികരിക്കണം. മൻ റആ മുൻകറൻ, നബി തങ്ങൾ പറഞ്ഞ ഒരു തിന്മ കണ്ടാൽ, ഇത് തിന്മയല്ലേ, ഇത് തിന്മയല്ലേ, നിങ്ങൾക്ക് അഭിപ്രായം? ഇത് നല്ല കാര്യമാണ്. നിസ്കാരം നടക്കുന്ന പള്ളിയിൽ നിന്ന് ഒരു കാക്ക ഗ്രൂപ്പ് പെട്ട ഒരുത്തൻ നിസ്കരിക്കാതെ ഇറങ്ങിപ്പോകുന്നത് നല്ലതാ, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് അവർക്ക് കേൾക്കണത്. അങ്ങനെ അഭിപ്രായം ഉള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂ? ഒരു മുഅ്മിൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു മുൻകർ, ഒരു തിന്മ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുഗയ്യിറുഹു ബിയദിഹി, ആ തിന്മ ഇല്ലാതെയാക്കാൻ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. എന്ന് വെച്ചാൽ മോന്ത നോക്കി പൊട്ടിക്കണം എന്നല്ല. അല്ല കൂട്ടുകാരാ, ഇത് ശരിയല്ല കേട്ടോ. ഇവിടെ ഇതിനൊക്കെ എടുക്കാനും പിടിക്കാനൊക്കെ വരികയാണെങ്കിൽ എന്ത് വേണം? ആ ജമാഅത്തിന് നിസ്കാരത്തിൽ ഇപ്പോഴെങ്കിലും കൂടണം. സ്ഥിരം കൂടണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്ന് പറയണം. അങ്ങനെയൊക്കെ പറയാനൊക്കെ പ്രയാസാണ് എങ്കിൽ നബി തങ്ങൾ കൈകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയൂലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് പറയാം. കൂട്ടുകാരാ, ഒന്നുകിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ എന്താകണം, നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ ഈ വക പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഏർപ്പാടിന് വരേണ്ട. അത് പൊരുത്തണ്ടാവില്ല, അള്ളാഹു റസൂലിനൊന്നും പൊരുത്തണ്ടാവില്ല. മഹാധിക്കാരാണ് ഈ ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കണം. നാവുകൊണ്ടും കൈയോണ്ടും ഇത് തടയാൻ പറ്റൂലെങ്കിൽ ഫബി ഖൽബിഹി, മനസ്സുകൊണ്ട് വെറുത്തവനെ മാറ്റി നിർത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, വദാലിക അദ്അഫുൽ ഈമാൻ, പാസ് മാർക്ക് കിട്ടാനുള്ള ഈമാൻ ഇതാണ് ട്ടോ. ഏത്?
പാസ് മാർക്ക് കിട്ടാനുള്ള ഈമാന്, സ്വർഗത്തിൽ കഷ്ടിച്ച് കയറാനുള്ള ഈമാന് ഇതാണ് കേട്ടോ. ഏത്? മനസ്സുകൊണ്ട് വെറുത്തിട്ട് മാറിക്കുക. അതിന് പകരം അവൻ അങ്ങനെ കോത്തുപിടിച്ചിട്ട് എന്നിട്ട് അവനങ്ങനെ സോപ്പിട്ട് നിർത്തുക. ഇവനും അവനും കണക്കാ. ഏതവനാണെങ്കിലും ശരി, രണ്ടും തുല്യൻ. ഞാൻ പറയല്ല, ഞാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാം. അതുകൊണ്ട് ഈ ജാതി ആൾക്കാർ ഈ പള്ളിയുടെ പരിസരത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കട നടത്തുന്ന സഹോദരന്മാര്, അതുപോലെ തന്നെ ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയിലുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഇവിടെ ചുമട്ടു തൊഴിലാളികൾ നല്ല ആൾക്കാരാ. അവരാ യൂണിഫോമോട് കൂടെ നിസ്കരിക്കാൻ കയറി വരുന്നത് അഭിമാനം തോന്നുന്നതൊക്കെ കണ്ടാൽ. അവരെ ജോലിക്കിടയിൽ, ചുമട്ടു തൊഴിലിനിടയിൽ വക്ത് വാങ്ക് വിളിച്ചു കഴിഞ്ഞ് ജമാഅത്തിന്റെ നേരത്ത് ഭംഗിയായിട്ട് കയറി വരുന്ന ആളുകളാണ്. പക്ഷെ ആ മറവില്, ആ തണല് പിടിച്ചിട്ട് ഈ വക സാധനം വന്നോട്ടെ, നന്നാവുന്നതിന് നമുക്ക് കുഴപ്പമില്ലാന്നേ. ഇത്തരം ധിക്കാരം ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നിസ്കാരം നടക്കുന്ന നേരത്ത് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിട്ട് പറയാം, ഞാൻ നല്ല അശ്ലീലങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം, വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കണ്ടോ. എപ്പോ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോഴേ. അപ്പോ കടമുറികളിൽ കച്ചവടം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കച്ചവടക്കാർ, നിങ്ങൾക്ക് ചിലപ്പോ 5 നേരം ജമാഅത്തിന് വരാൻ കഴിഞ്ഞോളന്നില്ല. കടയിൽ തിരക്കുണ്ടാകും. നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ജമാഅത്തിന് വരൽ തന്നെയാണ് നല്ലത്. ചിലപ്പോ പറ്റൂല. അപ്പൊ സൗകര്യമുള്ളപ്പോ നിസ്കരിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോ ഈ വക അലവലാദികൾ അവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയാം, പടച്ചോനോർത്ത് ജമാഅത്ത് നടക്കുകയാണ്. നമ്മളെ പേരിപ്പം അമ്മാലി എന്നൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി തന്നില്ല, നിസ്കരിക്കണേലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് മാറി തന്നാൽ മതി എന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ നീയും അവനും തുല്യമാണെന്ന് ഖാല റസൂലുള്ളാഹി. അദ്വാഫുൽ ഈമാൻ ഇല്ലല്ലോ. ബലഹീനമായ പാസ് മാർക്കിനുള്ള ഈമാൻ ഉണ്ടെങ്കിൽ നീ കൈകൊണ്ട് തടയണം, അല്ലെങ്കിൽ നാവുകൊണ്ട് തടയണം. മിനിമം ഈമാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സുകൊണ്ട് വെറുത്തിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. മൊയ്ലിയേര് തുടരാൻ പറ്റൂല, ഉണ്ടാകാം. മൊയ്ലിയേര് എന്ന് പറഞ്ഞാൽ നബിയൊന്നുമല്ല, അതുകൊണ്ട് തുടരാൻ പറ്റാത്ത കുഴപ്പമുണ്ടാവും. ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരെ ചിന്തിക്കുന്ന നേരായ മാർഗത്തിൽ പോകുന്ന ആളെ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ. മൊയ്ലേരെ തെറ്റ് മൊയ്ലേരെടുത്തെന്ന് പറയാ, നിങ്ങളെ തുടരാൻ കൊള്ളാത്ത കുഴപ്പമുണ്ട്, ഇന്ന കുറ്റുണ്ട്, അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം. ഒരുപാട് ആളുകൾ നിങ്ങളെ തുടരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് മൊയ്ലേരോട് പറയണം. അത് മൊയ്ലേരോട് പറയില്ല എന്ന് മാത്രമല്ല, ഈ പിണങ്ങി നിൽക്കുന്നവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മൊയ്ലേര് അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലും മിണ്ടൂല. എന്നാ പോട്ടെ, മൊയ്ലേരെ നന്നാക്കരുത്, നിന്റെ ഡ്യൂട്ടി അല്ല, ആയിക്കോട്ടെ. ഉത്തരവാദപ്പെട്ട ഒരു പണിയുണ്ട്, കമ്മിറ്റിക്ക് ലെറ്റർ കൊടുക്കുക. നമ്മുടെ പള്ളിയിൽ ഇമാമായ മൗലവിക്ക് ഇന്ന കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങേരെ തുടർന്നാൽ നിസ്കാരം ശരിയാവില്ല, എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് ശുദ്ധീകരണം നടത്തണമെന്ന് പേര് ഒപ്പ്, തന്തല്ലാത്ത കത്ത് വെച്ചൂല. പേര് എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് കൊടുക്കണം. ഇത് രണ്ടും ചെയ്യാതെ അവിടെയും ഇവിടെയും ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്നതിന്റെ പേര് മോനെ ഫിത്ന എന്നാണ്. ഈ ഫിത്നയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാൾ ഗൗരവകരമാണ്, കഠിനമാണ് ഈ ഫിത്ന എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അടച്ചാക്ഷേപിച്ചിട്ട് അങ്ങനെയുള്ളൊരു ടീമിനെ നരകത്തേക്ക് തള്ളിവിടാനല്ല സഹോദര, നീ മറിച്ച് ചിന്തിക്കണം, നേരായ റൂട്ടിൽ ചിന്തിക്കണം. ഇല്ലെങ്കിൽ നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണുകൊണ്ടിരിക്കണുണ്ടല്ലോ, ഇനിയും വീഴും മോനെ. അതുകൊണ്ട് കുഴിയിൽ വീഴണ്ട, ആ കുഴിയിൽ നിന്ന് എണീറ്റ് പോരെ, നല്ലത് ചിന്തിച്ചോ, ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കാൻ നോക്കിക്കോളൂ. എന്താകട്ടെ പറഞ്ഞു പോയതാണ്, അർറാഖിഊന സാജിദൂൻ, നിസ്കാരമുള്ള ആൾക്കാരാകണം. ആര്? അല്ലാഹുവിന്റെ ഇടപാടുള്ള സന്തോഷത്തിന് വകയുള്ള ആളുകൾ. പിന്നെ അൽ ആമിറൂന ബിൽ മഅറൂഫ്, നല്ലത് പറയണം, നല്ലത് കൽപ്പിക്കണം. വന്നാഹൂന അനിൽ മുങ്കർ, ചീത്ത കണ്ടാൽ അരുതെന്ന് പറയണം. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കണം. ചില ആൾക്കാരെ സംശയം, ഈ മൊയ്ലേരേറ്റ അടുത്ത് കമ്പനി ഉള്ളവരൊക്കെ പണങ്ങുള്ള എല്ലാവരും തെറ്റിപ്പോവാണല്ലോ. കാര്യം പറഞ്ഞിട്ട് തെറ്റിക്കോട്ടെ കൂട്ടരെ, കാര്യം പറഞ്ഞിട്ട് തെറ്റിപ്പോണല്ലോ, അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നല്ലവരും മതി. ഈ ലോകത്ത് അമ്പിയാക്കൾക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഞാൻ വലിയ പുണ്യാളനായതോട് പറയല്ല, നേര് പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അത് മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഈ 9 ഗുണങ്ങളുള്ളവർ സത്യവിശ്വാസികൾ, ഈ ടീമിന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് അല്ലാഹു ഖുർആനിലൂടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിൽ അല്ലാഹ് 3ാമതായി എണ്ണി പറഞ്ഞ എന്താണ്? അൽ ഹാമിദൂൻ. ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല. ഏത് തീർന്നിട്ടില്ല? എല്ലാ രംഗത്തും